പകുതിവില തട്ടിപ്പിനിരയായി താമരശ്ശേരി രൂപതയും താമരശ്ശേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സിഒഡിയും പരാതിയുമായി രംഗത്ത് വന്നു. താമരശ്ശേരി പോലീസിൽ സിഒഡി പരാതി നൽകിയിരിക്കുകയാണ്. 81 സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 46.80 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ സഭയെയും പറ്റിച്ചു എന്നാണോ അനന്തകൃഷ്ണൻ? എന്താണ് അറിയുന്നത്? അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ പ്രമുഖ വ്യക്തികൾ, പ്രമുഖ സ്ഥാപനങ്ങൾ എന്നിവരൊക്കെ പറ്റിച്ചതിന് പിന്നാലെ സഭയെയും പറ്റിച്ചതായുള്ള വാർത്തകളാണ് വരുന്നത്. സിഒഡി എന്ന് പറയുന്നത് താമരശ്ശേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമാണ്. സെൻറ്റർ ഫോർ ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്നാണ് സിഒഡിയുടെ മുഴുവൻ രൂപം. അതായത് ഇവർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ പോലുള്ളവയൊക്കെ ചെയ്യുന്നൊരു സംഘടനയാണ് സിഒഡി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അനന്തകൃഷ്ണൻ സിഒഡിയെ കൂടി തട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതായത് 81 സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 46,80,000 രൂപയാണ് സിഒഡിയിൽ നിന്ന് തട്ടിയെടുത്തത്. പലരോടായി ഇത്തരത്തിൽ 81 പേരോടായാണ് ഈ ഒരു തുക തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും തട്ടിപ്പിൽ പെട്ടു എന്ന് കണ്ടതോടുകൂടി സിഒഡി താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നാണ് താമരശ്ശേരി പോലീസ് പറയുന്നത്. ഉടൻ തന്നെ കേസെടുക്കാനാണ് സാധ്യത. ശരി, ഈ സ്കൂട്ടറുകൾ വാങ്ങിയത് സഭ വാങ്ങിയത് ആർക്കു വേണ്ടിയാണ്? അതിലൊരു വ്യക്തത നൽകുന്നുണ്ടോ? അതായത് ഇതേ സംബന്ധിച്ച് നമ്മൾ സഭയുടെ ആളുകളോടും അതുപോലെ സിഒഡിയുടെ വക്താക്കളോടും ഒക്കെ സംസാരിച്ചിരുന്നു. വളരെ സാധാരണക്കാരായ മനുഷ്യർ, സ്ത്രീകൾ, ഇവർക്കൊക്കെ വേണ്ടിയാണ് വിമൺ ഓൺ വീൽസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായാണ് ഈ ഇത്തരത്തിൽ സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. 81 പേർ, അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. 81 പേരാണ് ഇപ്പോൾ പണം കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ തന്നെ 46,80,000 രൂപ അങ്ങനെ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വളരെ സാധാരണക്കാരായ മനുഷ്യർ ലോൺ എടുത്തും അതുപോലെ സ്വർണം പണയം വെച്ചുമൊക്കെയാണ് ഈ സ്കൂട്ടറിൻ്റെ പകുതി വില. ഒരാളിൽ നിന്ന് 60,000 രൂപയാണ് വാങ്ങിയത് എന്നാണ് കണക്കാക്കുന്നത്. ചില ആളുകളിൽ നിന്ന് 64,000, 75,000 ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവർ സ്വർണം പണയം വെച്ച് നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ തട്ടിപ്പിനിരയായവർ ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതിന് പ്രധാനമായും അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് ഏപ്രിൽ വരെ തങ്ങൾക്ക് കാലാവധി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്കൂട്ടറുകൾ ഏപ്രിലിനുള്ളിൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് സംസാരിച്ചാൽ ഒരുപക്ഷെ വിതരണം ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്നുള്ള ഭയം കാരണമാണ് തട്ടിപ്പിനിരയായവർ മുന്നോട്ട് വരാത്തത്. സിഒഡിയുടെ വക്താക്കളും ഔദ്യോഗികമായി സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ഒരു പരാതിയുടെ വിശദാംശങ്ങൾ നമുക്ക് താമരശ്ശേരി പോലീസാണ് നൽകിയത്. പോലീസിൽ ഇപ്പോൾ പരാതിയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അനുസരിച്ച് ഉടൻ കേസെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ശരി, സാനിയോ ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.